Hello, my dear friends. Welcome to my YouTube channel Prahari's Care. So, മിഡിൽ ഈസ്റ്റ് നടക്കുന്ന ഈ യുദ്ധത്തിൽ ദിസ് വാർ ഇസ്രായേൽ ഈസ് പ്ലേയിങ് ദി വൈറ്റൽ റോൾ. ആക്ച്വലി ഇസ്രായേൽ ഈസ് ദി മെയിൻ വെപ്പൺ ഓഫ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ആൻഡ് ഇസ്രായേൽ ഈസ് മേക്കിംഗ് ദി inroads to Iran. It is virtually destroying Iran altogether. So it is a very, very small country, but a vital country, one of the best in business in the world. So let us see about the Israel. Okay. Israel, officially the state of Israel, is a country in the southern Levant region, of West Asia. It is bordered by Lebanon to the north, Syria to the northeast, Jordan to the east, and Egypt to the southwest. Israel occupies the West Bank and the Gaza Strip of the Palestinian territories, as well as the Syrian Golan Heights. Israel's western coast lies on the Mediterranean Sea, its southern tip reaching the Red Sea, and the east includes the Earth's lowest point near the ഡെഡ് സീ എന്നുള്ള ഒരു അത്ഭുത പ്രതിഭാസം കൂടി അവിടെയുണ്ട്. ജെറുസലം ഈസ് ദി ഗവൺമെൻറ് സീറ്റ് ആൻഡ് പ്രോക്ലൈംഡ് ക്യാപിറ്റൽ. ജെറുസലേം, ആ പേര് കേൾക്കാത്ത ആളുകൾ കാണില്ല. ജെറുസലേം, ഇറ്റ് ഈസ് എ വണ്ടർഫുൾ പ്ലേസ് ടു ബി വിസിറ്റഡ്. While Tel Aviv is Israel's largest urban area and economic center. ടെൽ അലീവ് ആണ് അവരുടെ ഇക്കണോമിക് സെൻറ്റർ, ഓൾദോ ക്യാപിറ്റൽ സിറ്റി ഈസ് ജെറുസലേം. ഒഫീഷ്യൽ ലാംഗ്വേജ് എന്താണെന്ന് നോക്കാം. ഹെബ്രു. സ്പെഷ്യൽ സ്റ്റാറ്റസ് അറബിക്. അറബിക്ക് സംസാരിക്കുന്ന ഒരുപാട് ആളുകൾ അവിടെയുണ്ട്. നിങ്ങൾ ഇസ്രായേലിൻ്റെ ഡോക്യുമെൻ്ററികളും അവരുടെ ഫിലിംസൊക്കെ കണ്ടു കഴിഞ്ഞാൽ യു വിൽ ഫൈൻഡ് ലോട്ട് ഓഫ് people speaking Arabs. ഗവൺമെൻറ് യൂണിറ്ററി പാർലമെൻ്ററി റിപ്പബ്ലിക്കാണത്. അവിടെ പ്രസിഡൻറ്റ് ഇസാക്ക് ഹെർസോഗ്. പ്രൈം മിനിസ്റ്റർ ഒബ്വിയസ്ലി ബെഞ്ചമിൻ നെതന്യാഹു. ലെജിസ്ലേറ്റർ കെനസറ്റ് എന്നാണ് അവിടുത്തെ പാർലമെൻറ്റിനെ വിശേഷിപ്പിക്കുന്നത്. ഇൻഡിപെൻഡൻസ് 14th May 1948. ഏതാണ്ട് സമകാലികമായി ഇവിടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കൊടുത്തതിന് ശേഷം നേരെ പോയി അവിടെ സ്വാതന്ത്ര്യം കൊടുക്കുകയാണ് ബ്രിട്ടീഷ് ചെയ്തത് എന്ന് തോന്നുന്നു. 14 May 1948. So the land of Israel, also called Palestinian once upon a time, or the Holy Land, was home to the ancient Canaanites and later kingdom of Israel and Judah. Its demography is shifted from various members. ഇതിൻ്റെ ഡെമോഗ്രഫി, ഇതിൽ താമസിക്കുന്ന ആളുകളുടെ റിലീജിയൻ, അത് ടൈം ടു ടൈം ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേകതരം പ്രതിഭാസം നമുക്കവിടെ കാണാൻ പറ്റും. 19th century യൂറോപ്യൻ anti-Semitism, fueled by Zionist movement for a Jewish homeland, which gained British support with the 1917 Balfour Declaration. After World War I, Britain occupied the region and established mandatory Palestine. British rule and Jesus immigration intensified Arab-Jewish tensions, and the 1947 United Nations Palestine Plan led to a civil war. പാലസ്തീൻ അവിടെ നിർമ്മിക്കാൻ വേണ്ടി UN ശ്രമങ്ങൾ നടത്തിയപ്പോഴെല്ലാം ഇവർ ഒബ്ജക്റ്റ് ചെയ്തു. അവിടെ ഒരു സിവിൽ വാറായിട്ട്
പരിണമിച്ച കഥയുണ്ട്. ഒരുപാട് യുദ്ധം നടന്ന സ്ഥലമാണ്. ഒരുപാട് ബ്രിട്ടീഷ് അറബ്സ് ജൂയിഷ്, ഇങ്ങനെയുള്ള ജൂതന്മാർ, ജ്യൂസ് എന്ന് വിളിക്കുന്ന ഈ ജൂതായിസം അഡോപ്റ്റ് ചെയ്ത ഈ വ്യക്തികൾ കൂട്ടത്തോടെ പാലായനം ചെയ്ത് ഹോളോകോസ്റ്റും എക്സോഡസും ഒരുപാട് ഹോളിവുഡ് സിനിമകളിലൊക്കെ നമ്മൾ കണ്ടതാണ്. അതുപോലെ അവിടുത്തെ ഹിസ്റ്ററി പഠിക്കുമ്പോഴത്തേക്ക് അവരുടെ ആ തിക്ത അനുഭവങ്ങൾ, പല രാജ്യക്കാരും അവരെ തിരസ്കരിച്ചപ്പോൾ ഇന്ത്യ അവരെ ചേർത്ത് പിടിച്ച ഒരു ചരിത്രമുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോഴും ഇന്ത്യയുമായിട്ട് ഇസ്രായേലിന് വളരെ നല്ല ബന്ധമുള്ളത്. നമ്മളവിടെ അവരെ തള്ളിപ്പറഞ്ഞാൽ പോലും അവർ നമ്മളെ എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നൊരു സ്ഥിതിവിശേഷം നമുക്ക് പലപ്പോഴും കാണാനുണ്ട്. ഏതൊരു കൺഫ്ലിക്ട്സ് നടക്കുമ്പോഴും അവർ നമ്മളെ സഹായിക്കാറുണ്ട്. പാകിസ്ഥാനുമായിട്ട് അല്ലെങ്കിൽ ഏതൊരു കൺട്രിയുമായിട്ടുള്ള ഏതൊരു പ്രശ്നത്തിലും അവർ വളരെ നന്നായിട്ട് ഇടപെടാറുണ്ട്. പക്ഷേ ഒരു കാര്യം ഞാൻ നോട്ട് ചെയ്തിട്ടുള്ളത്, ചൈനയുമായിട്ടുള്ള പ്രശ്നങ്ങളിൽ ചൈനയ്ക്കെതിരെ ഇതുവരെ ഇസ്രായേൽ സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയിട്ടില്ല. അതിൻ്റെ കാരണം സുവ്യക്തമാണ്. ചൈനയും ഇസ്രായേലുമായിട്ടുള്ള ഒരുപാട് ബന്ധങ്ങളുണ്ട്. ട്രേഡായിട്ടും ഇക്കണോമിയിലുമൊക്കെ ഒരുപാട് ബന്ധങ്ങളുണ്ട്. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ചൈനയുടെ എഗൻസ്റ്റ് മാത്രം അധികം ഇസ്രായേൽ സംസാരിച്ചിട്ടില്ല. ബട്ട് ഇൻ ദാറ്റ് കേസ് ദേ സ്റ്റിൽ അഡോപ്റ്റ്സ് എ ന്യൂട്രൽ പൊസിഷൻ, നോട്ട് നെയ്തർ അഗൻസ്റ്റ് ചൈന നോർ അഗൻസ്റ്റ് ഇന്ത്യ ലൈക്ക്. സോ അത് അവരുടെ ഒരു ഡിപ്ലോമസിയുടെ ഒരു കാരണമായിരിക്കാം. ലെറ്റ് us see further what happens. Israel declared independence as the British mandate ended on 14 May 1948, followed by an invasion by Arab states. The 1949 armistice expanded Israel beyond the UN plan, while no new Arab state was created, leaving Gaza under Egyptian control and West Bank ruled by Jordan. ഗാസ ഈജിപ്തിൻ്റെ കൺട്രോളിലും വെസ്റ്റ് ബാങ്ക് ജോർഡൻ്റെ കൺട്രോളിലുമായിരുന്നു ആ സമയത്ത്. മോസ്റ്റ് പലസ്തീനിയൻ അറബ്സ് ഫ്ലഡ് ഓർ വെർ എക്സ്പെൽഡ് ഡ്യൂറിംഗ് ദി നഖ്ബ, while Israeli independence prompted anti-Semitism in the Arab world and Jewish exodus therefore mainly to Israel. ജൂയിഷ് എല്ലാ സ്ഥലങ്ങളിൽ നിന്നും തിരിച്ച് ഇസ്രായേലിലേക്ക്, അവരുടെ ഒരു വാഗ്ദത്ത ഭൂമിയായിട്ട് അവർ കണ്ടത് ഇസ്രായേലിനെയാണ്, ജെറുസലേമിനെയാണ്. ആഫ്റ്റർ ദി 1967 6-day വാർ, 1967 ഒരു 6 ദിവസത്തെ വാറുണ്ടായിരുന്നു അറബ്സുമായിട്ട്. ഇസ്രായേൽ ഒക്യുപ്പൈഡ് ദി വെസ്റ്റ് ബാങ്ക്. അങ്ങനെയാണ് വെസ്റ്റ് ബാങ്ക് അവർ ഒക്യുപ്പൈ ചെയ്തത്. സമുദ്രതീരത്ത് കിടക്കുന്ന ഒരു സ്ഥലമാണ് വെസ്റ്റ് ബാങ്ക്. ഗാസ, ഈജിപ്ഷ്യൻ സിനായ് ആൻഡ് അനക്സ്ഡ് ഈസ്റ്റ് ജെറുസലേം ആൻഡ് ദി സിറിയൻ ഗോളാൻ ഹൈറ്റ്സ്. പീസ് വാസ് സൈൻഡ് വിത്ത് ഈജിപ്ത് ഇൻ 1979, ദി സിനായ് ബീങ് റിട്ടേൺഡ് ഇൻ 1982. പീസ് സൈൻ ചെയ്തു. അതിനുശേഷം സിനായി ഈജിപ്തിന് വിട്ടുകൊടുക്കുകയാണ് ഉണ്ടായത് 1982. ആൻഡ് ജോർഡാൻ ഇൻ 1994. ജോർഡാനുമായിട്ട് പീസ് സമാധാന സന്ധി ഉണ്ടാക്കിയത് 94-ലാണ്. ദി 1993 ഓസ്ലോ അക്കോർഡ്സ് ഇൻട്രൊഡ്യൂസ്ഡ് ലിമിറ്റഡ് പാലസ്തീനിയൻ സെൽഫ് റൂൾ ഇൻ ദി വെസ്റ്റ്. ഓസ്ലോ അക്കോർഡ് വളരെ പ്രസിദ്ധമാണ്, 1993 ഉണ്ടായത്. അതിനുശേഷം പാലസ്തീനെ ഒരു സെമി ഗവൺമെൻറ്റായിട്ട് വർക്ക് ചെയ്യാൻ ഇവർ പെർമിഷൻ കൊടുക്കുകയാണ് ഉണ്ടായത് അവിടെ. വൈൽ ദി 2020 അബ്രഹാം അക്കോർഡ്സ് നോർമലൈസ്ഡ് ടൈസ് വിത്ത് മോർ അറബ് സ്റ്റേറ്റ്. അബ്രഹാം അക്കോർഡ്സ് വന്നപ്പോൾ ഒരുപാട് അറേബ്യൻ കൺട്രീസ്, ഗൾഫ് കൺട്രീസ് ഇസ്രായേലിനോട് പണ്ടുണ്ടായിരുന്ന ആ തൊട്ടുകൂടായ്മ മാറ്റിയിട്ട് അവരുമായിട്ട് ഒരുപാട് അക്കോർഡ് സൈൻ ചെയ്ത് ട്രേഡ് ഡീൽസ് എല്ലാം, പുതിയ ട്രേഡ് ഡീൽസ് എല്ലാം കൊണ്ടുവന്നു. ബട്ട് ദി ഇസ്രായേലി-പാലസ്തീനിയൻ കൺഫ്ലിക്റ്റ് പെർസിസ്റ്റ്. പാലസ്തീനും ഇസ്രായേലും തമ്മിൽ ഒരിക്കലും ചേരില്ല, അവർ തമ്മിലുള്ള കൺസിഡറിങ്. അങ്ങനെയാണ് ഈ പാലസ്തീനിൽ ഹമാസ് എന്ന ഒരു സംഘടന അധികാരം കൈയാളുകയുണ്ടായി. അവരുടെ ഒരു ഭാഗം, ഒരു മുഖം ടെററിസ്റ്റായിട്ടും ഒരു മുഖം
അഡ്മിനിസ്ട്രേഷനിലായിട്ടുമാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ബട്ട് ബേസിക്കലി ദേ ഓൾ ആർ ടെററിസ്റ്റ്, വാട്ട് ഐ അണ്ടർസ്റ്റാൻഡ്. Israeli occupation of Palestinian territories has drawn international criticism. ഇസ്രായേൽ പാലസ്തീനെ ഓക്യുപ്പൈ ചെയ്തതിൽ എല്ലാവരും UN അടക്കം എല്ലാവരും അതിൻ്റെ എതിർപ്പ് അറിയിക്കുകയുണ്ടായത്. വിത്ത് എക്സ്പെർട്സ് കാളിംഗ് ഇറ്റ്സ് ആക്ഷൻസ് വാർ ക്രൈംസ്. ഇതൊരു വാർ ക്രൈമാണ്. പാലസ്തീനിയനെ എപ്പോഴും അടിച്ചമർത്തുന്ന ഒരു സ്വഭാവം ഇസ്രായേലിനുണ്ട്. അതൊരു വാർ ക്രൈംസ് ആണ്, മുസ്ലിം ജനതയോട് കാണിക്കുന്ന ഒരു വിരോധമാണ് എന്നുള്ള രീതിയിൽ ഒരുപാട് പലരും അവരെ ക്രിറ്റിസൈസ് ചെയ്തിട്ടുണ്ട്. ഈവൻ ഇന്ത്യ സപ്പോർട്ടഡ് പാലസ്തീനിയൻ ഇൻ ദാറ്റ് വേ, ബട്ട് വി നെവർ എക്സ്പ്രസ്ഡ് അവർ ആങ്കർ വിത്ത് ഇസ്രായേൽ. ബോത്ത് ദി കൺട്രീസ് ആർ വെരി ക്ലോസ് ടു ഇന്ത്യ. ഇസ്രായേൽ ബിഗാൻ കമ്മിറ്റിംഗ് ജനോസൈഡ് അഗൻസ്റ്റ് പാലസ്തീനിയൻസ് ഇൻ ഗാസ. അതായത് ഒരു വംശഹത്യ തന്നെ നടക്കുകയാണ് ഗാസയിൽ എന്നുള്ള ഒരു ക്രിറ്റിസിസം ഉണ്ട്. ഓക്കെ, Israel and several other countries including the United States reject that Israel's action constitute genocide. പക്ഷേ അമേരിക്ക അതിൻ്റെ അഗൻസ്റ്റാണ്. ഇസ്രായേൽ അവരുടെ നിലനിൽപ്പിനുള്ള ആഗ്രഹങ്ങളാണ് ചെയ്യുന്നത്, അല്ലാതെ ജനോസൈഡ് അല്ല എന്നുള്ള രീതിയാണ്. അവിടുത്തെ ടെററിസ്റ്റ് ക്യാമ്പുകളെയാണ് ഇസ്രായേൽ ആക്രമിക്കുന്നത്. ദി സെയിം thing here happens. We are attacking the terror camps in Pakistan or Pakistan occupied Kashmir. We are not against the Pakistan people, but the terrorism which is being worked against India, and we have already adopted a policy of zero tolerance against terrorism. Okay, that is the case. Israel has one of the Middle East largest economics. ഏറ്റവും നല്ല ശക്തമായ ഇക്കണോമിയുള്ള ഒരു രാജ്യമാണ്. One of the Asia's highest living standards and globally ranks 26th in nominal GDP and 14th in nominal GDP per capita. വളരെ ശക്തമായ ഇക്കണോമിക്കലി വളരെ ശക്തമായ ഒരു രാജ്യമാണ്. പക്ഷേ they are spending crores of rupees, dollars, for their defense and the military purpose. അങ്ങനെ ഒരു എക്സ്പെൻഡിച്ചർ അവർക്ക് ഇല്ലായിരുന്നെങ്കിൽ അവർ എവിടെ എത്തിയേനെ? അപ്പോൾ അവരെത്ര കാശുണ്ടാക്കുന്ന, എത്ര ഇക്കണോമിക്കലി പവർഫുള്ളാണോ അത്രയും തന്നെ ഡിഫൻസ് എക്സ്പെൻഡിച്ചർ അവർക്ക് വളരെ കൂടുതലാണ്. അതൊരു നോട്ടബിൾ പോയിൻ്റാണ്. ഇസ്രായേൽ എന്ന പേര്, നെയിം ഇസ്രായേൽ എങ്ങനെയാണ് വന്നത്? ദി നെയിം ഓഫ് ഇസ്രായേൽ റെഫേഴ്സ് ടു ദി patriarch Jacob, who according to the Hebrew Bible was given the name after he successfully wrested the angel of the Lord. ഹെബ്രു ബൈബിൾ, ഇസ്രായേൽ അവരുടെ പരിപാവനമായ ഗ്രന്ഥമായിട്ട് കാണുന്ന ഹെബ്രു ബൈബിളിൽ പറയുന്നത് ഏഞ്ചൽ ഓഫ് ദി ലോർഡ് എന്ന ഒരു ദൈവം ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ തോൽപ്പിച്ചത് ജേക്കബ് എന്ന ഒരു അമാനുഷികനാണ്, പാട്രിയാർച്ച് ജേക്കബ്. ആ ജേക്കബിന് ഏഞ്ചൽ ഓഫ് വേൾഡിനെ തോൽപ്പിച്ചു. റെസ്റ്റിലിങ്ങിൽ കൂടെ തോൽപ്പിച്ചപ്പോൾ കിട്ടിയ ഒരു പേരുണ്ട് ഇസ്രായേൽ. ആ പേരാണ് ഇവർ ഈ കൺട്രിക്ക് അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്. ഡെമോഗ്രഫീസ്, അവിടുത്തെ ഒരു റിലീജിയൻ വൈസ് ഒരു സ്റ്റാറ്റസ് നോക്കുകയാണെങ്കിൽ 72% ഓഫ് ദി പോപ്പുലേഷൻ ജൂതന്മാരാണ്, 72%. 21% ഓഫ് പോപ്പുലേഷൻ അറബ്സ്. അവിടെയുള്ള അറബ്സ് ഇന്ന് വരെ ഒരു കംപ്ലൈൻറ്റ് ചെയ്തില്ല. ബിക്കോസ് അവർക്കറിയാം അവരുടെ ആ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങും കാര്യങ്ങളും എല്ലാം അത്രയും ഡീസൻ്റാണ്. അവരൊരു ഇസ്രായേലി പൗരൻ എന്നുള്ള രീതിയിലാണ് ജീവിക്കുന്നത്, നോട്ട് ലൈക്ക് ആൻ അറബ്. 7% അതേഴ്സ് എന്ന് പറയുമ്പോഴേക്കിന് നോൺ അറബ് ക്രിസ്ത്യൻസ് വരുന്നുണ്ട് അതിനകത്ത്. ക്രിസ്ത്യൻസ് ഒരുപാടുണ്ട് അവിടെ. പിന്നെ അതർ ദാൻ ദി ക്രിസ്ത്യൻസ്, പീപ്പിൾ വിത്ത് നോ റിലീജിയൻ, ഒരു റിലീജിയനും ഇല്ല എന്ന് ഡിക്ലെയർ ചെയ്ത ആളുകളുണ്ട്. ഇവരെല്ലാവരും കുറഞ്ഞൊരു 7%. 72% Jews, 21% Arabs, 7% others.
റിലീജിയസ് ഇമ്പോർട്ടൻസ് ഓഫ് ജെറുസലേം. ജെറുസലേമിൻ്റെ റിലീജിയസ് ഇമ്പോർട്ടൻസ് നമ്മളത് റിസർച്ച് ചെയ്യുമ്പോൾ, നമ്മളതിനെപ്പറ്റി പഠിക്കുമ്പോൾ നമുക്കൊരു ഭയങ്കരമായിട്ടുള്ള ഒരു പ്രത്യേക അനുഭൂതി തോന്നാറുണ്ട്. കാരണം ഇത്രയും ഒരു ദൈവത്തിൻ്റെ ഡയറക്റ്റ് അപ്രോച്ച് ഉള്ള ഒരു സ്ഥലം വേറെ ഉണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. ഓരോരുത്തരുടെയും വിശ്വാസമാണ്. ഞാനതിൽ ഇതിലൊന്നും കൂടുതൽ വിശ്വസിക്കുന്ന ആളുകളാണ്. ബട്ട് ഐ ബിലീവ് ദാറ്റ് ദർ ഈസ് എ പവർ, സൂപ്പർ പവർ. ഇവിടെ വന്നിട്ട് 3 റിലീജിയൻ, ജ്യൂസ് ഓഫ് കോഴ്സ്, ക്രിസ്ത്യൻസ് ആൻഡ് മുസ്ലിംസ്, ഇവർക്കെല്ലാവർക്കും പ്രിയപ്പെട്ട സ്ഥലമാണ് ജെറുസലേം. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് എ പ്ലേസ് ഓഫ് വാർ ഓൾസോ. റിലീജിയൻ്റെ മേലിലാണല്ലോ മാക്സിമം തട്ടിപ്പുകളും യുദ്ധങ്ങളും എല്ലാം നടക്കുന്നത്, അൺഫോർച്ചുനേറ്റ്ലി. ഓക്കെ, സോ ജെറുസലേം ഈസ് profoundly significant as a holy city to Judaism, Christianity and Islam, acting as a focal point of divine presence and history. ഒരു ഡിവൈൻ പ്രസൻസ് ഹിസ്റ്ററിയിൽ കാണുന്ന ഒരു സ്ഥലമാണ് ജെറുസലേം. ഓരോ റിലീജിയനും ഓരോ മതക്കാർക്കും ഇത് എങ്ങനെയാണ് അവർ ഇതിനെ കാണുന്നത് നമുക്ക് നോക്കുകയാണെങ്കിൽ, ദി ടെമ്പിൾ മൗണ്ട്, അവിടെയുള്ള ഏറ്റവും വലിയ അട്രാക്ഷനാണ് ടെമ്പിൾ മൗണ്ട്. റിഗാർഡഡ് ആസ് ദി ലൊക്കേഷൻ ഓഫ് ദി ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ടെമ്പിൾസ്, മേക്കിംഗ് ഇറ്റ് ദി ഹോളിയസ്റ്റ് സൈറ്റ് ഇൻ ജുദായിസം. ഫസ്റ്റ് ടെമ്പിൾ, സെക്കൻഡ് ടെമ്പിൾ, അതാണ് അവിടുത്തെ ദി ടെമ്പിൾ മൗണ്ട് എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ്, വെസ്റ്റേൺ വാൾ, ദി റെമനൻസ് ഓഫ് ദി സെക്കൻഡ് ടെമ്പിൾ കോംപ്ലക്സ്. സെക്കൻഡ് ടെമ്പിൾ കോംപ്ലക്സിൻ്റെ റെമനൻസ് ആണ് വെസ്റ്റേൺ വാൾ വരുന്നത്. സർവിങ് ആസ് ദി പ്രൈമറി പ്ലേസ് ഫോർ പ്രെയർ ആൻഡ് പിൽഗ്രിമേജ്. ഏറ്റവും കൂടുതൽ ആളുകൾ വന്ന് പ്രാർത്ഥിക്കുന്ന സ്ഥലമാണത്. ഏറ്റവും കൂടുതൽ തീർത്ഥയാത്രകൾക്കാർ ലോകമൊട്ടുക്കുള്ള ആളുകൾ വരുന്ന ഒരു സ്ഥലമാണ്. സ്പിരിച്വൽ ക്യാപിറ്റൽ, റിഗാർഡഡ് ആസ് ദി സിറ്റി ഓഫ് ഡേവിഡിൻ്റെ സിറ്റി ആയിട്ടാണ് അവർ വിചാരിക്കുന്നത്. ദി എപ്പിക് സെൻറ്റർ ഓഫ് ദി ജൂവിഷ് ഫെയ്ത്ത് ആൻഡ് ദി ഡിറക്ഷൻ ഫോർ പ്രെയർ. അതായത് ജൂതന്മാരുടെ ഒരു എപ്പിക് സെൻറ്ററാണ്, അവരുടെ ഒരു പ്രഭവ കേന്ദ്രമായിട്ടാണ് അവർ ഈ സ്ഥലത്തിനെ, ഈ സ്പിരിച്വൽ ക്യാപിറ്റലിനെ അവർ മനസ്സിലാക്കുന്നത്. ദാറ്റ് ഈസ് ജെറുസലേം ഫോർ ജ്യൂസ്. ഇനി നമുക്ക് നോക്കാം ക്രിസ്ത്യാനിറ്റി. ചർച്ച് ഓഫ് ദി ഹോളി സെപ്പുൾഷ്, ലൊക്കേറ്റഡ് ദി ക്രിസ്ത്യൻ ക്വാർട്ടർ. ഇറ്റ് ഈസ് ബിലീവ്ഡ് ടു ബി ദി സൈറ്റ് ഓഫ് ജീസസ് ക്രൂസിഫിക്കേഷൻ. അതാണ് ആക്ച്വലി ഈ ഒരു കാര്യം അവിടെ നടന്നതുകൊണ്ട്, അതായത് യേശു ക്രിസ്തുവിനെ കുരിശിലേറ്റിയ സ്ഥലമാണിത് ജെറുസലേം. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഈ ജൂതന്മാരെക്കാൾ കൂടുതൽ അതിൻ്റെ ഒരു പ്രത്യേകത ക്രിസ്ത്യൻസിന് തോന്നാൻ കാരണം അതായിരിക്കാം. വയ ഡോളറോസ, ദി റൂട്ട് ബിലീവ്ഡ് ടു ബി വാക്ക്ഡ് ബൈ ജീസസ് ടു ഹിസ് ക്രൂസിഫിക്കേഷൻ നടന്ന് കയറിയ ഡോളറോസ, ആ സ്ഥലം അവിടെയാണ്. മൗണ്ട് സിയോൺ ആൻഡ് ഗീത്സമാനെ, ലൊക്കേഷൻസ് ഓഫ് ദി ലാസ്റ്റ് സപ്പർ ആൻഡ് ദി നൈറ്റ് ബിഫോർ ദി ക്രൂസിഫിക്കേഷൻ. അവസാന അത്താഴം, നമ്മുടെയൊക്കെ ഒരുപാട് ക്രിസ്ത്യൻ ഭവനങ്ങളിൽ നമ്മൾ ചെല്ലുമ്പോൾ അവിടത്തേക്ക് ഡൈനിങ് ഹാളിൽ വെച്ചിരിക്കുന്നൊരു പുല്ലേൽപ്പിച്ചത് നമുക്ക് കാണാം. ദി ലാസ്റ്റ് സപ്പർ, അത് നടന്ന സ്ഥലമാണ്. ലാസ്റ്റ് സപ്പർ കഴിച്ച സ്ഥലമാണ് ജീസസ് ക്രിസ്റ്റ്. ദി നൈറ്റ് ബിഫോർ ദി ക്രൂസിഫിക്കേഷൻ നടന്ന സ്ഥലം, റീസറക്ഷൻ നടന്ന സ്ഥലം. ഇറ്റ് ഈസ് ബിലീവ്ഡ് ടു ബി ദി സൈറ്റ് ഓഫ് ജീസസ് ക്രൂസിഫിക്കേഷൻ, ഗോൾഗോത്ത എന്ന് പറയും അതിന്, ആൻഡ് റീസറക്ഷൻ, ഉയർത്തെഴുന്നേൽപ്പ്, 3-ാമത്തെ ദിവസം ഉയർത്തെഴുന്നേൽപ്പ്, അതായത് ഗുഡ് ഫ്രൈഡേ ടു ഈസ്റ്റർ. ആ 3 ദിവസത്തിൻ്റെ പ്രത്യേകത എല്ലാ ക്രിസ്ത്യൻസും അറിയാം, ഈവൻ നമുക്കും അറിയാം. സോ ക്രിസ്ത്യാനിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് ഈസ് എ വെരി വെരി ഇമ്പോർട്ടൻറ്റ് പ്ലേസ് ഓഫ് വർഷിപ്പ്, അതുകൊണ്ട് ക്രിസ്ത്യൻസ് പിൽഗ്രിമേജേഴ്സ് ഒരുപാട് വരുന്നൊരു സ്ഥലമാണത്. ഇനി നമുക്ക് നോക്കാം ഹൗ അബൌട്ട് ഇസ്ലാം മതത്തിൻ്റെ പ്രത്യേകതയ്ക്ക് വേണ്ടി അവിടെയുള്ളത് അൽ അക്സ മോസ്ക്, ഡോം ഓഫ് ദി റോക്ക് എന്ന് പറയും.
located on the Haram al-Sharif. This is the third holiest site in Islam. ഇസ്ലാമിലെ മൂന്നാമത്തെ ഏറ്റവും പരിപാവനമായി അവർ കരുതുന്ന സ്ഥലമാണ് ഡോം ഓഫ് ദി റോക്ക് എന്ന് പറഞ്ഞാൽ. അൽ ഖ്വാദ തോ ഹോളി എന്ന് പറഞ്ഞാൽ അൽഖ്വാഡ്സ് known in Arabic as Al-Quds. It was the first Qabila direction of prayer. Qabila എന്ന് നമ്മൾ പറയുന്ന സംഭവം തോന്നുന്നു കേട്ടോ. ഫോർ മുസ്ലിംസ് ബിഫോർ മെക്ക. മെക്കയേക്കാൾ മുമ്പോട്ട് വന്നത് കബീലയാണത്. നൈറ്റ് ജേണി, ഇസ്ര ആൻഡ് മിറാസ്. Tradition holds that Prophet Muhammad ascended to heaven from the rock located within the dome of the rock. ഇതാണ് അവരുടെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് ഇസ്ലാം കരുതുന്നത്. അതായത് മുഹമ്മദ് നബി അവിടെ നിന്നാണ് സ്വർഗത്തിലേക്ക് നടന്നു കയറിയത്, ഇവിടെയുള്ളൊരു റോക്കിൽ നിന്നാണ്. അതാണ് ഈ ഡോം ഓഫ് ദി റോക്ക് എന്ന സംഭവത്തിൻ്റെ ഒരു വിശേഷണം എന്ന് പറയുന്നത്. കോമൺ ത്രെഡ്സ്. The old city is divided into Jewish, Christian, Muslim and American quarters, and it represents a unique intersection of history. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ യുണീക്ക് ഇൻ്റർസെക്ഷൻ ഓഫ് ഹിസ്റ്ററിയാണ്. ഹിസ്റ്ററിയുടെ എല്ലാ വിഭാഗക്കാരെയും ആകർഷിക്കുന്ന ഒരു പ്രത്യേക സ്ഥലം. അങ്ങനെ ഒരു കോമൺ ത്രെഡാണ് അതിലുള്ളത്. എ യുണീക്ക് ഇൻ്റർസെക്ഷൻ ഓഫ് ഹിസ്റ്ററി വേർ all three faiths claim it as a deeply sacred spiritual center. ഈ ഇസ്ലാം മതക്കാരായാലും ക്രിസ്ത്യൻസ് ആയാലും ജൂവിഷ് ആയാലും ഈ മൂന്ന് മതക്കാരും ഏറ്റവും കൂടുതൽ പരിപാവനമായി കരുതപ്പെടുന്ന അവർക്ക് ഏറ്റവും വിശേഷിക്കപ്പെട്ട ഒരു സ്ഥലമാണ് ജെറുസലേം. ഇറ്റ് ഈസ് ഇൻ ഇസ്രായേൽ. അതാണ് ഇസ്രായേലിനെ എപ്പോഴും നമുക്കൊരു പ്രത്യേക രീതിയിൽ കാണാൻ ലോകത്തിലെ ജനങ്ങളെല്ലാം ആഗ്രഹിക്കുന്നത്. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ഒരു ചെറിയ വിവരണം ഇസ്രായേലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. ഇസ്രായേലിനെ കുറിച്ച് വാട്ട് നോട്ട് എല്ലാം ഉണ്ട് അവിടെ. ബട്ട് ഐ തിങ്ക് ഗൾഫ് കൺട്രീസ് ഇപ്പോൾ US-ൻ്റെ അലീസായിട്ട് നിൽക്കുന്ന എല്ലാ ഗൾഫ് കൺട്രീസിലും അവിടെ എല്ലാ ഡിഫൻസ് ബേസുകളിൽ അമേരിക്കയ്ക്കും ഇസ്രായേലിനും നല്ല സ്ഥാനമുണ്ട്. അതർ തിങ് ഈസ് ഇസ്രായേലിനോട് മല്ലടിച്ച് നിൽക്കാൻ ഈ അറബ് കൺട്രീസിനൊന്നും കഴിയില്ല. ഇസ്രായേൽ ഈസ് എ വെരി വെരി സ്മോൾ കൺട്രി ബട്ട് ഈക്വലി പവർഫുൾ. ഏറ്റവും പവർഫുൾ ആയിട്ടൊരു കൺട്രിയാണ്. അതുകൊണ്ട് ഇസ്രായേലിനോട് യുദ്ധം ചെയ്ത് നിൽക്കുകയാണെങ്കിൽ സ്വന്തം തകർച്ചയായിരിക്കും അതിൽ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇസ്രായേലിനോട് മുട്ടുന്നതിൽ കാര്യമില്ലെന്നും ഇസ്രായേലിനോട് ഒരു പ്രാക്ടിക്കൽ രീതിയിലുള്ള ഒരു കോപ്പറേഷൻ ഫോർ ഓൺ ബിസിനസ് ആയാലും ട്രേഡായാലും അതുപോലൊരു നിലപാട് സ്വീകരിക്കുന്നതായിരിക്കും നല്ലത്. ചുമ്മാ കിടന്നടിച്ചിട്ട് കാര്യമില്ലെന്ന് മനസ്സിലാക്കിയ കുറേ അറേബ്യൻ കൺട്രീസ് അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സ്റ്റിൽ ഐ തിങ്ക് ഇറാൻ ഈസ് ദി മെയിൻ എനിമി ഓഫ് ഇസ്രായേൽ റൈറ്റ് നൗ. പിന്നെ പല കൺട്രികളിലും നമ്മൾ കാണുന്നുണ്ട് ഇസ്രായേലിനെ അഗൻസ്റ്റ് ഒരു രോഷവും കാര്യങ്ങളും. മെയിനായിട്ട് ഗാസ ട്രിപ്പിൽ അവർ ജനോസൈഡ് നടത്തുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണത്. എനിവേസ് ഇസ്രായേൽ ഈസ് എ ഫ്രണ്ട്ലി കൺട്രി ടു ഇന്ത്യ. സോ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ നിർത്തുകയാണ്. ഇസ്രായേലിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട്, ബട്ട് ഐ complete this video here. If you like it, please like and subscribe ചെയ്യാത്തവർ തീർച്ചയായിട്ടും ചെയ്യുക. നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ബൈ.